ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. തെരഞ്ഞെടുപ്പായതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്നറിയാമല്ലോ. ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു, പുതിയ ഗവൺമെൻറ് വരും. അപ്പോൾ ഇതൊന്നും തങ്ങൾക്ക് നടപ്പാക്കേണ്ടി വരില്ല. ഇപ്പം പ്രഖ്യാപനം നടത്താനും ക്യാബിനറ്റ് തീരുമാനിക്കാനും ഉള്ള ധൃതിയാണ് ഗവൺമെൻറ്റിന്. ഒരു ദിവസം തന്നെ, ഒരാഴ്ച തന്നെ 2-3 ക്യാബിനറ്റ് കൂടുകയാണ്. അപ്പോൾ ഇതൊക്കെ ആളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. ഇതിലൊന്നും കേരളത്തിലെ ജനങ്ങൾ വീടില്ല. ഈ ഭരണം മാറണം എന്നുള്ള ആഗ്രഹം മുഴുവൻ ജനങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് സത്യം. RJD പോലുള്ള ചില കക്ഷികൾ LDF-ൽ അസംതൃപ്തരായി മുന്നണി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ അവസാന ഘട്ടത്തിൽ UDF സ്വാഗതം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളെ സമീപിച്ചിട്ടുമില്ല. ഒരിക്കലുമില്ല. സ്ഥാനാർത്ഥികളാവാൻ ധാരാളം ആളുകൾ കോൺഗ്രസ്സിലുണ്ടാവും, UDF-ലുണ്ടാവും. സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ഏറ്റവും ശക്തമായ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു മനസ്സോടെ ആ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി പ്രവർത്തിക്കും. ഇല്ല, അത് സമയമുണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് കൂട്ടായ ആലോചനയിലൂടെ ചെയ്യേണ്ട കാര്യമാണ്. UDF കൂട്ടായി ആലോചിക്കും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും ആലോചിച്ച് തീരുമാനിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.